ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ചൂട് സമയത്ത് നല്ല വയ്യാത്ത ടയേർഡായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ഈ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണേ. ഇനി ഉത്സവങ്ങളുടെ കാലമാണല്ലോ, ഇനി ഉത്സവ വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതാണ്. ഡെയിലി വ്ളോഗായിട്ട് വരുന്നുണ്ടേ. അപ്പം എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഗീസ്. അപ്പം നാരങ്ങയും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങക്കറി. മാങ്ങ അച്ചാറല്ല കേട്ടോ, മാങ്ങക്കറി. ഞാൻ 2 മാങ്ങ എടുത്ത് ഇങ്ങനെ നീളനെ തൊലിയൊക്കെ ചെത്തിയിട്ട് നീളനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിന് വിനാഗിരി ഒഴിച്ചിട്ടേ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളും ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ഈ 2 മാങ്ങ എടുത്തത് പുളി ഇല്ലാത്ത മാങ്ങയായതുകൊണ്ടാണ്. പുളിയുള്ള മാങ്ങയാണെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ആദ്യം മൺചട്ടി എടുത്തതിന് ശേഷം 2 സവാള അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 പച്ചമുളക് ഇങ്ങനെ കീറി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി കേട്ടോ, ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ലേ. മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ കൈ വെച്ച് ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി എടുക്കുക. ഇപ്പം മാങ്ങകളുടെ കാലം തുടങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ കൈ വെച്ച് തിരുമ്മി എടുത്തതിന് ശേഷം നമ്മളിവിടെ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങ, ആ മാങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ 2ാം പാലും 1ാം പാലും എടുക്കണം കേട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യം 2ാം പാൽ ഒഴിച്ച്, വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 2ാം പാൽ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ തിളപ്പിക്കാൻ വെക്കാം. 2ാം പാലൊക്കെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കട്ടിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു തിളപ്പ് വെച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വേറെ പാൻ എടുക്കുക. അതിലോട്ട് എണ്ണയും കടുകും വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞതും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് വശക്കിയതിന് ശേഷം അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്താൽ വളരെ സിമ്പിളും ടേസ്റ്റുമായിട്ടൊരു മാങ്ങാക്കറി, ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള അടിപൊളി മാങ്ങാക്കറി റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് പൈനാപ്പിൾ ലൈം ജ്യൂസാണ് കേട്ടോ. പൈനാപ്പിൾ കുറച്ചെടുക്കുക, കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുക. അത് ഒരു മിക്സി ജാർ എടുക്കുക. ജ്യൂസ് ജാറൊന്നുമല്ല, ഞാൻ സാധാ മിക്സി ജാറായിട്ടോ എടുത്തേ. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഉണ്ടല്ലോ, ഒരു നാരങ്ങ ആയിട്ടോ ഞാൻ എടുത്തേ. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നാരങ്ങയും ഞാൻ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് പെട്ടെന്ന് തന്നെ, ആ പൈനാപ്പിളൊക്കെ പെട്ടെന്ന് അരയുമല്ലോ, പെട്ടെന്ന് തന്നെ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം കേട്ടോ. ചൂട് സമയത്ത് വെറൈറ്റി ലൈം ജ്യൂസൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാത്തവർ വെറുതെ ലൈം ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഇതൊക്കെ വെറൈറ്റി ആയിട്ട് നോക്കിയാൽ അതൊരു പ്രത്യേക പൈനാപ്പിളിൻ്റെ മണവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് മോരുമുളകില്ലേ, കൊണ്ടാട്ട മുളകെന്നൊക്കെ പറയത്തില്ലേ, അതും ഒരു ചെറിയ മാങ്ങയും കൊണ്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ആദ്യം ഒരു മാങ്ങ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മോരുമുളകുണ്ടല്ലോ ഇതുപോലെ ഇരിക്കത്തില്ലേ, അതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക. അത് ചെറിയൊരു മിക്സി ജാറിലിട്ട് ഒന്ന് ഫസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം 5-6 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മാങ്ങയും, പിന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ചമ്മന്തി വേണം അത്രയും തേങ്ങയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കുക. കൊണ്ടാട്ട മുളകിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ ഉപ്പിടണമെന്നില്ല, നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ. കുറച്ച് മുളക് പൊടി, പാകത്തിന് മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കേട്ടോ. എനിക്കിവിടെ ഉപ്പ് കുറച്ച് ഇഷ്ടമാണേ, അതുകൊണ്ട് ഉപ്പുപൊടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചെടുത്ത് കേട്ടോ. അടിപൊളി മസ്റ്റർ ഐറ്റമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇന്നത്തെ വീഡിയോയിൽ ഒരു മാങ്ങക്കറിയും ഒരു പൈനാപ്പിളും ലൈമും ജ്യൂസും ഒരു മുളകും മാങ്ങയും ചമ്മന്തി ഇതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.